നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നാ ജഗൻ എന്നോട് പറയാനുള്ള കാര്യം എന്തോ ഗൗരവമുള്ളതാണ്. അതെ. എങ്കിൽ വൈകിട്ട് കാണാം. എന്നാ വന്ദന വർഷയുടെ വീട്ടിൽ നിന്ന് വന്ന ഉടനെ എന്നെ വിളിക്കണം. ഇത് രാമകൃഷ്ണന്റെ വീടല്ലേ? അല്ല. സോറി സാർ. പിന്നെ ഇത് ആരുടെ വീടാ? അത് നിനക്കറിയാവുന്നത് കൊണ്ടാണല്ലോ നീ ഇങ്ങോട്ട് കയറി വന്നത്. അല്ല, ഞാൻ കരുതി രാമകൃഷ്ണന്റെ വീടാന്ന്. നീ എങ്ങനെ പലതും കരുതും. സോറി സാർ. നിക്ക്. ഒരു വീട്ടില് തൊലി വെളുപ്പുള്ള പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഓരോരോ ഞരമ്പ് രോഗികള് കേറി അങ്ങ് വന്നോളും. ഡെലിവറി, ഡിസ്കവറി എന്ന കാരണവും പറഞ്ഞു. ടെറസിൽ ഒരു സുന്ദരിയായ പെണ്ണ് നിൽക്കുന്നത് കണ്ടിട്ടല്ലടാ നീ ഇങ്ങോട്ട് കേറി വന്നത്. അല്ല സാർ. ഇനി മേലിൽ ഈ പരിസരത്ത് നിന്നെ കണ്ടുപോരുത്. കണ്ടാൽ ഒന്ന് നിന്റെ ശവം അടക്കാം. കേട്ടടാ? പൊന്നോ. നടക്കടാ, നടക്കങ്ങോട്ട്. കേടാ, കേടാ, കേറങ്ങോട്ട്. സ്റ്റാർട്ട് ചെയ്യടാ. അവന്റെ ഒരു പാഴ്സലും കണ്ണാടി. സ്റ്റാർട്ട് ചെയ്യടാ, സ്റ്റാർട്ട് ചെയ്യടാ. ഓടാ, തിരിക്കടാ, തിരിക്കടാ. പോടാ, പോകട്ടെ. താനൊക്കെ എവിടുത്തെ കാരണാടാ? കള്ള റാസ്കൽ. ഇന്നവൻ എന്റെ കൈ കിട്ടി നീ ചവിട്ടി ഞാൻ നടു പിടിച്ചനെ. ഈ വിക്രമൻ അവനെ അറിയില്ല. പക്ഷേ അതേതൊരു ഞരമ്പ് രോഗി. എന്താ ഏട്ടാ ഇങ്ങനൊക്കെ? വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്? അവന്റെ കാല് തല്ലി ഓടിക്കാ വേണ്ടത്. ഇത് വിക്രമന്റെ വീടാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെന്താ അവന് മാത്രം അറിയാത്തത്? ഓരോരോ നമ്പറായിട്ട് അവ ഇറങ്ങിയിരിക്കുക. ഞരമ്പ് രോഗി. വർഷതൊന്നും കാര്യാക്കണ്ട, വിട്ടേക്ക്. ഏട്ടൻ എന്താ ഇങ്ങനെ? ഇതെന്തൊരു മനുഷ്യനാ? പക്ഷേ നീ ഇവിടെ നിൽക്കണോ? എന്താ മോളെ? വർഷയെ കുറെ നേരമായി ഞാൻ ട്രൈ ചെയ്യുന്നു, കിട്ടുന്നില്ല അച്ഛാ. അവളെ കണ്ടിട്ട് കുറെ നാളായില്ലേ, ഒന്ന് കാണാൻ കൊതിയാവുന്നു. വർഷയെ ഒന്ന് കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എപ്പോ വന്നാലും തിരക്കോട് തിരക്കല്ലേ. അഥവാ അവൾക്ക് തിരക്കില്ലെങ്കിലും വിക്രം തിരക്ക് കൂട്ടി ഇവിടുന്ന് കൊണ്ടുപോവാൻ ധൃതി കൂട്ടും. വർഷ എന്തെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് പറയാൻ തുടങ്ങുമ്പോ വിക്രം വന്ന് ഇടയ്ക്ക് കയറും. പിന്നെ യാത്ര പറഞ്ഞിറങ്ങുന്ന സീനാകും അടുത്തത്. സുചിത്ര പറഞ്ഞത് ശരിയാ. വിക്രം മാന്യനും പരോപകാരമാണെങ്കിലും ഇതുപോലുള്ള തിരക്കുകൂട്ടൽ എനിക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു ദിവസമെങ്കിലും വർഷ ഇവിടെ നിർത്തിയിട്ട് പോകണമെന്ന് ആവശ്യപ്പെടാൻ പോലും എനിക്ക് പേടിയാ. ഒരുപക്ഷെ അത് വിക്രമിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊരു തോന്നല്. ഒരു വിധത്തിൽ നോക്കിയ ഇത്തരം തിരക്കും ഒഴിഞ്ഞുപോലും ഒക്കെ വർഷയ്ക്കൊരു അനുഗ്രഹം. ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും അവളറിയണ്ടല്ലോ. അവളെങ്കിലും സ്വസ്ഥായിട്ട് കഴിയട്ടെ. ഈ വീട്ടിൽ കിടന്ന് എന്റെ കുഞ്ഞുകൂടി ഉരുക്കി ചാവുന്നത് എന്തിനും? സ്വസ്ഥമായി ജീവിക്കുന്നതിന്റെ ഉള്ളുകളികളൊക്കെ ഏത് നിമിഷവും പുറത്തു വരും. എല്ലാറ്റിനും വർഷം മാപ്പസാക്ഷിയായി രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. നീ എന്താ മോളെ ആലോചിക്കുന്നത്? അല്ലച്ചാ, വർഷയുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എന്തായാലും വർഷ ഇങ്ങോട്ട് വരുമെന്ന് കരുതി കാത്തിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോയി അവളെ കാണാം. അത് നല്ലൊരു കാര്യമാണ്.
മോക്കെന്ത് തോന്നുന്നു? ആ അങ്ങോട്ട് പോയി അവളെ കാണുന്നത് നല്ല കാര്യം അച്ഛാ. ആ, എന്നാ പിന്നെ ഞാനും വന്ദനയും കൂടി ഒന്ന് പോയിട്ട് വരാം. അതെന്താ മാധവേട്ട അങ്ങനെ ഒരു തീരുമാനം? ഞങ്ങളും കൂടി വന്നാൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. പക്ഷേ തൽക്കാലം ഞാനും വന്ദനയും മതി. അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി വീണ്ടും പോവാം. അതാണ് അതിന്റെ ശരി. അല്ലാതെ നേരത്തെ കൂട്ടി പറയാതെ എല്ലാരും കൂടി പോകുന്ന അത്ര ശരിയല്ല. ഇനിയും വൈകിയ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. ഒന്നാമത് നീലിമയായിട്ടുള്ള കല്യാണ ചർച്ച വന്ദനയ്ക്കറിയാം. എനിക്ക് നീലിമയെ ഇഷ്ടമല്ലെന്നൊക്കെ വന്ദനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വന്ദന പൂർണ്ണമായിട്ട് വിശ്വസിച്ചെന്ന് പറയാൻ പറ്റില്ല. വന്ദന അറിയാതെയാണെങ്കിലും ഞാൻ കിട്ടിയ താലി വന്ദനയുടെ കഴുത്തിലുള്ളതാണ് ഏക ആശ്വാസം. പക്ഷെ അതും വന്ദന പൊട്ടിച്ചെറിയാൻ തയ്യാറായതാ. എന്റെ മനസ്സെന്നറിയ വന്ദനയാണെന്നും ആ കഴുത്തിൽ താലി ഇട്ടത് ഞാനാണെന്നും വന്ദനയോട് പറയണം. അവളുടെ കഴുത്തിലെ താലിയുടെ ഉടമ ഞാനാണെന്ന് അറിഞ്ഞ അവള് എന്റെ പ്രണയം നിഷേധിക്കില്ല. ഇനി വൈകിക്കാതെ ഇന്ന് ഇപ്പൊ തന്നെ പറയണം. ഹലോ ജഗൻ. ആ, ഹലോ വന്ദന. എനിക്ക് വന്ദനയെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. ജഗ ഇപ്പൊ പറ്റില്ല. ഞാനും അച്ഛനും കൂടി വർഷയുടെ വീട് വരെ ഒന്ന് പോവാൻ ഇറങ്ങാം. വന്ദന, എനിക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം പറയാനായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫോണിലൂടെ പറഞ്ഞോ. ഏയ്, അത് പറ്റില്ല. ഇത് നേരി പറയേണ്ട കാര്യ. അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യമാണോ? ആ, അതെ. എങ്കിൽ ജഗൻ വീട്ടിലേക്ക് വാ. അല്ല, വീട്ടിൽ വെച്ച് വേണ്ട. എന്നാ ജഗൻ എന്നോട് പറയാനുള്ള കാര്യം എന്തോ ഗൗരവമുള്ളതാണ്. അതെ. എങ്കിൽ വൈകിട്ട് കാണാം. എന്നാ വന്ദന വർഷയുടെ വീട്ടിൽ നിന്ന് വന്ന ഉടനെ എന്നെ വിളിക്കണം. അപ്പോ എവിടെ കാണാമെന്ന് ഞാൻ പറയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.